ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. നിരപരാധിത്വം തെളിയിക്കാനും മുൻകൂർ ജാമ്യത്തിനുമൊക്കെയായി ആരോപണ വിധേയർ നെട്ടോട്ടത്തിലാണ്. അതിനിടയിലാണ് നടി റിമ കല്ലിങ്കലിനെതിരെ ഗുരുതര ആരോപണവുമായി ഗായിക സുചിത്ര രംഗത്തെത്തിയിരിക്കുന്നത്. റിമ വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്നാണ് സുചിത്രയുടെ ആരോപണം. പെൺകുട്ടികളടക്കം നിരവധി പേർ ഇത്തരം പാർട്ടികളിൽ പങ്കെടുക്കാറുണ്ടെന്നും റിമയുടെ കരിയർ തകർത്തത് ഇത്തരം ലഹരി ഉപയോഗത്തെ തുടർന്നാണെന്നുമാണ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുചിത്ര പറഞ്ഞത്. കഴിഞ്ഞ 2-3 വർഷമായി റിമയുടെ കരിയർ തകർച്ചയിലാണ്. അതിന് കാരണം ലഹരി ഉപയോഗമാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില ലഹരി വസ്തുക്കൾ റിമയുടെ പാർട്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. കൊച്ചിയിൽ റെയ്ഡ് നടന്നത് റീമയുടെയും ആഷിഖ് അബുവിൻ്റെയും വീട്ടിലാണ്. ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ നടത്തുന്നത് നിങ്ങളാണോ വനിതാ ശാക്തീകരണം നടത്തുന്നത് എന്ന് ആരും റിമയോട് ചോദിക്കുന്നില്ല. സിനിമയിലേക്ക് ആദ്യമായി എത്തുന്ന മദ്യം പോലും തൊടാത്ത നിരവധി പെൺകുട്ടികളെയാണ് റീമ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവരുടെ വീട്ടിൽ നടക്കുന്ന പാർട്ടികളിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നത്. റിമയെക്കുറിച്ച് ആ സമയം ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ പാർട്ടിയിൽ പങ്കെടുക്കുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരെല്ലാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയാറുണ്ട്. റിമയുടെ വീട്ടിലെ പാർട്ടികളിലെ ചോക്ലേറ്റ് തൊടുക പോലും ഇല്ലെന്നും അവർ പറയാറുണ്ടെന്നും സുചിത്ര പറയുന്നു. ആരോപണത്തിൽ റിമയ്ക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. പൊതുവെ ഇടതുപക്ഷ സഹയാത്രികരായി അറിയപ്പെടുന്നവരാണ് ആഷിഖ് അബുവും റിമയും. അതുകൊണ്ട് തന്നെ തിടുക്കത്തിലൊരു നടപടി ഉണ്ടായേക്കില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്ത പക്ഷം കേസ് ഏറ്റെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തിയേക്കുമെന്നാണ് സൂചന. ലഹരിക്കടത്തുമായോ രാജ്യാന്തര മാഫിയയുമായോ ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കേന്ദ്ര ഏജൻസികൾ നേരിട്ട് ഏറ്റെടുത്തേക്കുമെന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരം. കേന്ദ്ര നാർക്കോട്ടിക്സ് സംഘം ഉടൻ റിമയെ ചോദ്യം ചെയ്തേക്കുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ ആരോപണം കേന്ദ്രം നിസ്സാരമായി കാണുന്നില്ല. ഗായിക, റേഡിയോ ജോക്കി എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ സുചിത്ര 2017 തമിഴ് സിനിമയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. സുജി ലീക്സ് എന്ന ഹാഷ്ടാഗോടെ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. അടുത്തിടെ താരം തമിഴ് സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു. കമൽഹാസന്റെ പാർട്ടികളിൽ ലഹരി വിതരണം ചെയ്യുമെന്നായിരുന്നു ആരോപണം. ധനുഷ്, തൃഷ തുടങ്ങി നിരവധി താരങ്ങൾക്കെതിരെയും സുചിത്ര രംഗത്തെത്തിയിരുന്നു. റിമയ്ക്കെതിരെയുള്ള സുചിത്രയുടെ ആരോപണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിതുറന്നിരിക്കുകയാണ്. സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പാർട്ടികൾ റിമ നടത്തിയെന്ന തരത്തിൽ പരാതിയോ ആരോപണമോ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിവരം.